ADM നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച കേസിൽ കുറ്റപത്രം ഉടൻ. കേസിൽ PP ദിവ്യ ഏക പ്രതി. നവീൻ ബാബുവിനെ അപമാനിക്കാൻ ആസൂത്രണം നടത്തി. ദിവ്യയുടെ പ്രസംഗം ADMന്റെ ജീവൻ ഒടുക്കാൻ കാരണമായി. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, കുറ്റപത്രത്തിലെ ഉള്ളടക്കം. രോഹിണി, അല്പസമയത്തിനകം തന്നെ ഈ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കുറ്റപത്രം സമർപ്പിക്കുമെന്ന വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. PP ദിവ്യയുടെ പ്രസംഗം തന്നെയാണ് ADM നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്ന് തന്നെയാണ് പോലീസിന്റെ കുറ്റപത്രത്തിൽ വ്യക്തമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ PP ദിവ്യയെ മാത്രം പ്രതിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. മാത്രമല്ല, നവീൻ ബാബുവിന്റെ യാത്രയപ്പ് യോഗത്തിൽ അപമാനിക്കാനായി ദിവ്യ ആസൂത്രിത നീക്കം നടത്തിയെന്നും ഈ ഒരു കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഇതിനായി പ്രാദേശിക ചാനലിനെ വിളിച്ചു വരുത്തിയതും PP ദിവ്യ തന്നെയാണ്. മാത്രമല്ല, ഇതിൽ PP ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അനുബന്ധ രേഖകളും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും ഉൾപ്പെടെ ഏതാണ്ട് 100-ലേറെ പേജുകൾ ഈ കുറ്റപത്രത്തിലുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കളക്ടറേറ്റിലെ ജീവനക്കാർ, പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയ ആൾ, നവീൻ ബാബുവിന്റെ ഭാര്യ, കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഏതാണ്ട് 82 സാക്ഷികളുടെ മൊഴി ഈ കേസുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നവീൻ ബാബു മരിക്കാൻ ഉപയോഗിച്ചെന്ന് കരുതുന്ന കയറിന്റെയും അതുപോലെ തന്നെ അടിവസ്ത്രത്തിൽ കണ്ട കറയുടെ അടക്കം ശാസ്ത്രീയ പരിശോധനാ ഫലം ഏതാനും ദിവസം മുമ്പ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വളരെ പെട്ടെന്ന് തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടി ഈ അന്വേഷണ സംഘം തീരുമാനിച്ചത്. ടൗൺ CI ശ്രീജിത്ത് കോടേരിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഏതാണ്ട് മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ ഈ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു കൊലപാതകമാണെന്നൊരു ആരോപണം ഉയർന്നിരുന്നെങ്കിൽ പോലും അതൊരു ആത്മഹത്യ തന്നെയാണ് എന്നൊരു നിലയിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലും എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് PP ദിവ്യയുടെ ഇടപെടൽ തന്നെയാണ്. അതിനായി PP ദിവ്യ ആസൂത്രിതമായ ശ്രമം നടത്തിയെന്ന് തന്നെയാണ് കുറ്റപത്രത്തിൽ വ്യക്തമായി പറയുന്നത്. ഈ യാത്രയപ്പ് ചടങ്ങിൽ ADM നവീൻ ബാബുവിനെ അപമാനിക്കാനായി കൃത്യമായ ആസൂത്രണമാണ് PP ദിവ്യ നടത്തിയത്. ഇതിനായി ഈ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനായി PP ദിവ്യ കണ്ണൂരിലെ പ്രാദേശിക ചാനലിന്റെ റിപ്പോർട്ടറെ അടക്കം ഇവിടേക്ക് വിളിച്ചു വരുത്തി. മാത്രമല്ല, ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതിന് ശേഷം ആ ദൃശ്യങ്ങൾ ചോദിച്ചു വാങ്ങുകയും മറ്റ് പല മാധ്യമങ്ങൾക്കും ഈ ദൃശ്യം അയച്ചു കൊടുക്കുകയും ചെയ്തതും PP ദിവ്യ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അപമാനം തന്നെയാണ് ഇത്തരത്തിൽ ADMനെ ഈ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്നൊരു കണ്ടെത്തൽ തന്നെയാണ് അന്വേഷണ സംഘവും ഇപ്പോൾ ഉള്ളത്. ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഏറെ ചർച്ചയായ ഒരു വിഷയം തന്നെയാണ് ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യ. ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായക കുറ്റപത്രം തന്നെയാണ് അല്പസമയത്തിനകം പോലീസ് സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഏതാണ്ട് 1 മണിയോടുകൂടി കണ്ണൂർ കോടതിയിൽ ഈ ഒരു കുറ്റപത്രം അന്വേഷണ സംഘം സമർപ്പിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത്. രോഹിണി. ശരി മിഥുൻ, ഏറെ നിർണായകമായ കുറ്റപത്രം ഇന്ന് ഉച്ചയോടുകൂടി സമർപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കുറ്റപത്രം ഉടൻ തന്നെ സമർപ്പിക്കുകയാണ്. കേസിൽ PP ദിവ്യ ആണ് ഏക പ്രതി. നവീൻ ബാബുവിനെ അപമാനിക്കാനുള്ള ആസൂത്രണം നടത്തിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ദിവ്യയുടെ പ്രസംഗം ADMന്റെ ജീവൻ എടുക്കാൻ കാരണമായി എന്നാണ് കുറ്റപത്രത്തിലെ പ്രധാന കണ്ടെത്തൽ. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.